നാം ആധുനികത ഇന്ന് വിവക്ഷിക്കുന്നതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു എന്നും ആ പാരമ്പര്യത്തെ ഇന്നത്തെ ഒരു സൗകര്യത്തിന് വേണ്ടി നാം ആധുനികത എന്ന് വ്യാഖ്യാനിക്കുകയുമാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആ കാലത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കുംഭകോണത്ത് ഗാന്ധി പാർക്കിന് മുന്നിലൂടെ നടക്കുമ്പോൾ റാണി തിലക് എന്നോട് പറഞ്ഞു, ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ എഴുത്തുകാരും സമ്മേളിക്കുമായിരുന്ന, അവരുടെ സായാഹ്ന ചർച്ചകൾ നടന്നിരുന്ന സ്ഥലമാണ് ഈ ഗാന്ധി പാർക്ക് എന്ന്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരിടത്തു കൂടി പോകാനുണ്ട്, സ്വാമിമലയിൽ. അവിടെ ഒരു വലിയ എഴുത്തുകാരൻ്റെ അദ്ദേഹം കുറച്ചു കാലം താമസിച്ച, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമെല്ലാം കഴിഞ്ഞ ഒരു വീടുണ്ട്. സ്വാമിമല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുകയും ഞങ്ങൾ രണ്ടുപേരും റാണി തിലകിൻ്റെ സ്കൂട്ടറിൽ ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അതത്ര ഒരു ഇടുങ്ങിയ തെരുവ് എന്ന് വിളിക്കാം. ഒരു വലിയ കോവിലിന് ചേർന്ന് ഒരു ചെറിയ തെരുവാണ്. ആ തെരുവിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ കോവിൽ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഒരു വീട്, അതൊരു പഴയ വീട് എന്ന് പറയാൻ പറ്റില്ല, ഇന്നത്തെ ഒരു വീടാണ്. അതിന് അത്തരത്തിലുള്ള ഗേറ്റും പോർച്ചും ടെറസ് വീടാണത്. ഈ വീട്ടിലാണ് സുബ്രഹ്മണ്യം കാനാസു എന്ന് വിളിച്ചിരുന്ന തമിഴിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാൾ. അദ്ദേഹം ജനിച്ച് വീണ വീടാണ്. ആ വീടിന്ന് വലിയ തോതിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. ആ വീട് ഇന്ന് ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ, അവരാണത് കാനാസുവിൻ്റെ കുടുംബത്തിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീടിനോട് ചേർന്ന് ഉള്ള പഴയ വീടിൻ്റെ ഒരു തുടക്ക ഭാഗം അടഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. ആ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. കാനാസു എന്ന് പറയുന്നത് തമിഴിലെ നോവലിസ്റ്റ്, കവി, നിരൂപകൻ എന്നീ നിലയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളാകട്ടെ, നിരൂപണമാകട്ടെ, അദ്ദേഹത്തിൻ്റെ നോവലുകളാകട്ടെ, ഈ നോവലെല്ലാം വലിയ തോതിൽ തമിഴ് വായനക്കാരും മറ്റ് ഇതര ഭാഷകളിൽ വിവർത്തനം ചെയ്തതുകൊണ്ട് മറ്റുള്ളവരും വായിച്ചിട്ടുണ്ട്. വാഴ്ന്തവർ കെട്ടാൽ എന്ന് പറയുന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, ദ ഫാൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിഭാഷ ആ തെരുവിൽ വെച്ച് എനിക്ക് റാണി തിലക് ഒരു സമ്മാനമായി തരികയുണ്ടായി. ഈ നോവലിൻ്റെ ചില ഭാഗങ്ങൾ അത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വന്നതായിരുന്നു. ആ സമയത്ത് ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫാൾ എനിക്ക് തരികയും റാണി തിലക് ആ തെരുവിൽ നിന്ന് കാനാസുവിൻ്റെ വീടിന് മുന്നിൽ നിന്ന് ആ വീടിനും ആ ചെറിയ കോവിലിനും ഇടയിലുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇവിടെ വന്നതിൻ്റെ, കാനാസുവിൻ്റെ വീട് കാണാൻ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ഈ ചിത്രം ഇരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ കാനാസുവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രചനാലോകത്തെക്കുറിച്ചെല്ലാം റാണി തിലക് വളരെ കൂടുതൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. തിരിച്ച് പോകുമ്പോൾ 2 കുതിര രൂപങ്ങൾ, അത് റോഡിന് മധ്യത്തിൽ എന്ന പോലെ 2 കുതിര രൂപങ്ങൾ ഒരു ഇരുമ്പ് കൂടിനകത്ത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്നോട് റാണി തിലക് പറഞ്ഞു, ഈ കുതിര രൂപങ്ങൾ കാനാസുവിൻ്റെ നോവലിൽ വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ കാനാസുവിനെ സംബന്ധിച്ചും കുംഭകോണമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ ഒരു അടിസ്ഥാന ധാതു എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ എഴുതി. മാത്രവുമല്ല, അദ്ദേഹം ആധുനികതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു കാലത്ത് തമിഴ്നാട്ടിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. ആധുനികത പ്രസ്ഥാനം, ആധുനിക സാഹിത്യം എന്നെല്ലാം പറയുന്നതിനെക്കുറിച്ച് പല വാദഗതികൾ നിലനിന്നിരുന്ന കാലത്ത് കാനാസു പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയാണ്. കാനാസു പറഞ്ഞത്, നാം ആധുനികത ഇന്ന് വിവക്ഷിക്കുന്നതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു എന്നും ആ പാരമ്പര്യത്തെ ഇന്നത്തെ ഒരു സൗകര്യത്തിന് വേണ്ടി നാം ആധുനികത എന്ന് വ്യാഖ്യാനിക്കുകയുമാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആ കാലത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ നോവലുകൾ ചിലതെല്ലാം തിരനാടകങ്ങളും സിനിമകളെല്ലാം ആക്കിയിട്ടുണ്ട്.
അങ്ങനെയുള്ള ഒരു വലിയ എഴുത്തുകാരൻ്റെ ഓർമ്മകളുള്ള സ്വാമിമലൈ തെരുവിൽ ഞങ്ങൾ കുറച്ച് സമയം ചിലവിട്ടു. അപ്പോൾ അവിടെ നിന്ന് പോരുന്ന സമയത്തും ഞാൻ ഓർത്തത് കനാസുവിൻ്റെ കവിതകൾ ഉൾപ്പെടെയുള്ള കവിതകൾ പുതുനാനൂറ് എന്ന പേരിൽ, അകനാനൂറും പുറനാനൂറുമാണ് തമിഴ് സാഹിത്യത്തിലുള്ളത്. അതിൽ നിന്ന് എടുത്ത ഒരു ശീർഷകമാണ് പുതുനാനൂറ്. ആറ്റൂർ രവിവർമ്മ തർജ്ജമ ചെയ്ത തമിഴ് കവിതകളുടെ സമാഹാരമാണ് ഈ പുതുനാനൂറ്. ഇതും കുറച്ചു കാലം മുമ്പാണ് മലയാളത്തിൽ വരുന്നത്. ആറ്റൂര് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ കനാസുവിൻ്റെ കവിതകൾ വായിച്ചതിൻ്റെ ഓർമ്മകളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ അത്രയധികം മലയാളത്തിൽ വിവർത്തനത്തിലൂടെ എനിക്ക് വായിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും. എനിക്ക് വിവർത്തനം ചെയ്ത് കിട്ടിയിട്ടുള്ള പഴയ മുൻകാലങ്ങളിൽ വായിക്കുമ്പോൾ എൻ്റെ വായനാനുഭവത്തിലേക്ക് വന്നിട്ടുള്ളത് കനാസുവിൻ്റെ കവിതകളാണ്. അതിൽ ഈ പുതുനാനൂറ് എന്ന് പറയുന്ന ഈ സമാഹാരത്തിലുള്ള കാഞ്ചൻജംഗ എന്ന കവിത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. അത് കനാസുവിൻ്റെ ജീവിത ദർശനത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വരികളാണ്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചും അത് പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. കാഞ്ചൻജംഗ. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഡാർജിലിങ്ങിൽ ഇതേ ഇടത്തുനിന്ന് കാഞ്ചൻജംഗ മലയുടെ മേൽ മഞ്ഞു മൂടിയിരിപ്പത് കണ്ടിട്ടുണ്ട്. 50 ആണ്ടുകൾക്ക് ശേഷം ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. വ്യത്യാസമൊന്നും അറിയുന്നില്ല. എൻ്റെ കണ്ണു മാത്രം അല്പം മങ്ങിയിരിക്കുന്നു. കനാസുവിൻ്റെ കവിതകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കവിതയാണിത്. വളരെ ലളിതമാണ്, അതിനകത്ത് സങ്കീർണമായ ഒന്നുമില്ല. ഒരാൾ 50 വർഷം മുൻപ് കണ്ട ഒരു സ്ഥലം 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പോയി കാണുമ്പോൾ എന്താണ് വ്യത്യാസം എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. ഈ കാണുന്നയാളുടെ കാഴ്ചയ്ക്ക് അല്പം മങ്ങൽ സംഭവിച്ചിരിക്കുന്നു. ആ സ്ഥലത്തിന് അങ്ങനെ കാര്യമായ മാറ്റമില്ല, പക്ഷേ നിങ്ങൾ കാണുന്നതിൽ മാറ്റങ്ങളുണ്ടാകുന്നു. നിങ്ങളുടെ കാഴ്ചയുടെ, നിങ്ങളുടെ കണ്ണിൻ്റെ മൂർച്ച, കണ്ണിൻ്റെ കാര്യങ്ങൾ ഒപ്പിയെടുക്കാനുള്ള കണ്ണിൻ്റെ കഴിവ് 50 വർഷം കഴിയുമ്പോൾ തേഞ്ഞു പോകുന്നു, മാഞ്ഞു പോകുന്നു എന്ന അത്രമാത്രം പറയുന്നൊരു കവിതയിൽ കനാസുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദർശനവും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ആ കവിതയുടെയും അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകളുടെയും പ്രത്യേകത. ഇതിനെക്കുറിച്ച് പിന്നീട് റാണി തിലക് വളരെ കൂടുതൽ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിനുശേഷം റാണി തിലക് എന്നോട് പറഞ്ഞു, ഈ കുംഭകോണത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ പ്രധാന എഴുത്തുകാരും പഠിച്ച ഒരു കോളേജ് കൂടിയുണ്ട്, നമുക്ക് അതും കൂടി കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കുംഭകോണം ആർട്സ് കോളേജ് എന്ന് പറയുന്ന കോളേജ് കാണാൻ പോയി. വളരെ പഴക്കമുള്ള ഒരു കോളേജാണ്. ഇപ്പോൾ ആ കോളേജിൻ്റെ കെട്ടിടത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ ചില പുനർനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ പുതിയ ചായം അടിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ കാണുകയുണ്ടായി. ആ പുതിയ ചായത്തിൻ്റെ മണം അവിടെ മുഴുവൻ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അതായത് അത് ഒരു നവീകരണത്തിന് ശേഷം ചായമടിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ ആ കോളേജിലെത്തുന്നത്. അപ്പോൾ ഈ കോളേജ് എന്ന് പറയുന്നത് കാവേരി നദിയുടെ തീരത്താണ്, നദിയിലാണ്, നദിയുടെ കരയിലാണ്. അതായത് മുൻകാലങ്ങളിൽ, ആദ്യകാലങ്ങളിൽ ഈ കോളേജിലേക്ക് വന്നിരുന്ന വിദ്യാർത്ഥികൾ ചെയ്തിരുന്നത് തോണിയിലാണ് അവർ കോളേജിലേക്ക് പോവുകയും വരികയും ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെ പാലം വന്നു, അതുകൊണ്ട് വിദ്യാർത്ഥികൾ പാലത്തിലൂടെ നടന്നു പോകുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എഴുത്തുകാരിൽ പലരും, മോഹമുള്ള എഴുതിയ ജാനകിരാമനെ പോലെയുള്ള ആളുകൾ പഠിച്ച കോളേജാണ്. അവരെല്ലാവരും ആ കോളേജിലെ സായാഹ്നങ്ങളിൽ ഈ അവിടെ ഇരുന്ന് ചർച്ചകൾ പലതും ചെയ്യുമായിരുന്നു എന്ന് റാണി തിലക് പറയുന്നുണ്ട്. ഇവരുടെ എഴുത്തിൽ ഈ കാഴ്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ കോളേജിലെ ജീവിതത്തെക്കുറിച്ചല്ല, കോളേജിൽ നിന്ന് ലഭിച്ച ദർശനങ്ങൾ ഇവരുടെ എല്ലാം എഴുത്തിൽ നമുക്ക് കാണാം. അങ്ങനെ കുംഭകോണത്തെ ഈ കോളേജ് എന്ന് പറയുന്നത് അത് എഴുത്തുകാരുടെ ഒരു കോളേജ് കൂടിയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ ഒരു കാലത്ത് തമിഴ് സാഹിത്യത്തെ ഇളക്കിമറിച്ച, ഒരർത്ഥത്തിൽ ഇന്ത്യൻ സാഹിത്യത്തെ തന്നെ ഇളക്കിമറിച്ച പല എഴുത്തുകാരും നടന്നുപോയ ആ കോളേജിൻ്റെ വരാന്തകൾ, കോളേജ് മുറികൾ, കോളേജിലെ മരങ്ങൾക്ക് താഴെ അവരിരുന്നിരുന്ന സ്ഥലങ്ങൾ, പുഴ
പുഴയുടെ മണൽ കയറി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും തർക്കിക്കുകയും പൊട്ടിച്ചിരിക്കുകയും എല്ലാം ചെയ്തിരുന്ന സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് അന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങി.